കണ്ണൂർ പയ്യന്നൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട. മാരക ലഹരി മരുന്നായ MDMAയും ഹാഷിഷ് ഓയിലുമായി ദമ്പതികളടക്കം 3 പേരെയാണ് പോലീസ് പിടികൂടിയത്. കണ്ണൂർ ചാലാട് സ്വദേശി നാദിർ നൂറുദ്ദീൻ, ഭാര്യ ഐന, കണ്ണൂർ നടാൽ സ്വദേശി ഷാനിദ് K എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് പല മേഖലകളിലായി വ്യാപകമായ പരിശോധനയുണ്ട്. കള്ളപ്പണം കടത്തുന്നുണ്ടോ എന്നടക്കമുള്ള വാഹനങ്ങൾ നിർത്തി വലിയ പരിശോധന നടക്കുന്നുണ്ട്. ഈ പരിശോധനയിൽ പലപ്പോഴും കുടുങ്ങുന്നത് കള്ളപ്പണമല്ല, മറിച്ച് ഇത്തരം ക്രിമിനൽ നടപടികളാണ്. തെളിവുകളടക്കം പിടികൂടുന്നു എന്നതാണ് സാഹചര്യം. രജീഷ് കുളങ്ങര ചേരുന്നു. രജീഷ്, എന്താണ് സംഭവം? പോലീസ് നൽകുന്ന വിശദീകരണം എങ്ങനെയാണ്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ലഹരി വേട്ടയാണ് ഇന്നലെ രാത്രി പയ്യന്നൂർ പോലീസും ഡാൻസ് സംഘവും കൂടി ചേർന്ന് നടത്തിയിരിക്കുന്നത്. ദമ്പതികളടക്കം 3 പേരെയാണ് ലഹരി കടത്താൻ ശ്രമിക്കുന്നവരുടെ പിടിയിൽ ആയിരിക്കുന്നത്. അതായത് ദമ്പതികളടക്കം 3 പേരാണ് ലഹരി കടത്തുന്നതിനിടെ പോലീസ് പിടിയിലായിരിക്കുന്നത്. മാരക ലഹരി മരുന്നായ MDMAയും ഹാഷിഷ് ഓയിലുമാണ് ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്നും കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് നടത്തിയ രാത്രികാല പരിശോധനക്കിടെയാണ് ലഹരിക്കടത്ത് തടയാൻ പോലീസിന് ആയത്. കണ്ണൂർ ചാലാട് സ്വദേശി നാദിർ നൂറുദ്ദീൻ, നാദിറിന്റെ ഭാര്യ ഐന, കണ്ണൂർ നടാൽ സ്വദേശി ഷാനിദ് K എന്നിവരെയാണ് ലഹരി കടത്തുന്നതിനിടെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പയ്യന്നൂർ ദേശീയപാതയിൽ എടാട്ട് കണ്ണങ്ങാട് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് പോലീസ് ഇവരെ പിടികൂടിയത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിൽ പരിശോധന നടത്തുന്നതിനിടെ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 41.14 ഗ്രാം MDMAയും 241 മില്ലി ഹാഷിഷ് ഓയിലുമാണ് കണ്ടെടുത്തത്. കാറിന്റെ ഡിക്കിയിൽ ബാഗിൽ പൊതിഞ്ഞ് ഒളിച്ചു വെച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. ലഹരി മരുന്നുകൾ മംഗലാപുരത്തു നിന്നും കണ്ണൂരിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്നു. കണ്ണൂർ റൂറൽ SP-യുടെ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ദേശീയപാത കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന തുടരുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതാണ് സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വ്യാപകമായ പരിശോധനയാണ് പോലീസ് നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരം കേസുകളിൽ ആളുകൾ പിടികൂടപ്പെടുന്നത് എന്നതാണ് സാഹചര്യം. ബാലരാമപുരത്തും സമാനമായ സംഭവമാണ്. അവിടെയും പോലീസ് നടത്തിയ പരിശോധന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ്. ഇവിടെയും ഹാഷിഷ് ഓയിലും MDMAയും പിടികൂടിയതും സമാനമായ പരിശോധനയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.